പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ രണ്ടിടത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കാം. വെളിമൈതാനത്തും പരേഡ് ഗ്രൌണ്ടിലും ഉപാധികളുടെ ഹൈക്കോടതി അനുമതി നൽകി. പോലീസ് നിലപാട് ചോദ്യം ചെയ്ത് ഗാലഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. നിയമ തടസ്സങ്ങൾ ഒഴിഞ്ഞു, വെല്ലുവിളികളുമില്ല. ഇത്തവണ പുതുവത്സരത്തെ എതിരേൽക്കാൻ ഫോർട്ട് കൊച്ചിക്ക് രണ്ട് പാപ്പാഞ്ഞിമാരുണ്ടാകും. വെളി ഗ്രൌണ്ടിലെ ഗാലാഡി കൊച്ചിയുടെ പാപ്പാഞ്ഞിയും കത്തിപ്പടരും. കൊച്ചി വെളി ഗ്രൌണ്ടിലും പരേഡ് ഗ്രൌണ്ടിലും ഇത്തവണ പുതുവത്സരത്തെ എതിരേൽക്കാൻ രണ്ട് പാപ്പാഞ്ഞിമാരുണ്ടാകും. വെളി ഗ്രൌണ്ടിൽ ഗാലാഡി കൊച്ചി സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യാൻ പോലീസ് നോട്ടീസ് കൊടുത്തിരുന്നു. ഇതേ തുടർന്നാണ് ഗാലാഡി കൊച്ചി ഹൈക്കോടതിയെ സമീപിച്ചത്. രണ്ടു പാപ്പാഞ്ഞിമാരെ കത്തിക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് നൽകി. ഉപാധികളോടെയാണ് അനുമതി. പാപ്പാഞ്ഞിയിൽ നിന്ന് 70 അടി മാറി ബാരിക്കേഡ് വെച്ച് ജനങ്ങളെ നിയന്ത്രിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. നിയന്ത്രണങ്ങളോടെയാണെങ്കിലും വെളി ഗ്രൌണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കാം എന്നുള്ള ആശ്വാസത്തിലാണ് ഗാലാഡി കൊച്ചി സംഘാടകർ. കഴിഞ്ഞ വർഷം നമ്മളെ കൊണ്ട് പാപ്പാഞ്ഞിയെ പോലീസ് കത്തിപ്പിച്ചിരുന്നില്ല. നമ്മൾ പോലീസ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ശിരസാ വഹിച്ച് അത് മാറി കഴിഞ്ഞു. ഈ പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ പാപ്പാഞ്ഞിയെ സ്ഥാപിക്കണ്ട എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനെ ചോദ്യം ചെയ്താണ് നമ്മൾ ഹൈക്കോടതി പോയത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മുടെ പ്രയർ കേട്ട് ഇത് ഫോർട്ട് കൊച്ചിയുടെ, അത് മട്ടാഞ്ചേരിയുടെ, അത് പശ്ചിമ കൊച്ചിയുടെ മുഴുവൻ വിജയമായിട്ട് നമ്മളതിനെ കാണുകയാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. പരേഡ് ഗ്രൌണ്ടിൽ കൊച്ചി കാർണിവലിന്റെ നേതൃത്വത്തിലാണ് പാപ്പാഞ്ഞിയെ ഉയർത്തുന്നതും കത്തിക്കുന്നതും. വെളി ഗ്രൌണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കാം എന്ന വാർത്തയോട് കൊച്ചിക്കാരുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ ജനിച്ച കാലം തുടങ്ങി ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഫോർട്ട് കൊച്ചിയുടെ വികാരമാണ്. 31-ാം തീയതി രാത്രി മിഡ് നൈറ്റില് ഇതിനെ കത്തിച്ച് എല്ലാരും കൂടി ഒരു സന്തോഷമാണത്. ഈ പാപ്പാഞ്ഞിനെ ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ഇത് കത്തിക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ വർഷം ഞങ്ങൾ ഇത് കത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയേക്കണം. അപ്പൊ ഇത് കത്തിക്കാൻ ഹൈക്കോടതി ഉത്തരവ് തന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പരേഡ് ഗ്രൌണ്ടിൽ പാപ്പാഞ്ഞി ഇതുവരെയും ഉയർന്നിട്ടില്ല. വിവാദങ്ങൾ ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ന്യൂ ഇയർ രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കൊച്ചിക്കാർ. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ പാപ്പാഞ്ഞി പുതിയ പാപ്പാഞ്ഞിയ. വി എസ് രാഹുലിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.